വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഈ തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 9 to 5 എന്ന് പറയുന്ന ജോബിനെ വെറുക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളും അതുപോലെ വെറുക്കുന്ന ഒരാളാണോ? അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണം, അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് തുടങ്ങണം, എന്തായാലും ശരി, ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു 9 to 5 ജോബ്, ഡേ ജോബ് ഇഷ്ടമല്ല, തൃപ്തികരമല്ല, വെറുപ്പോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും നിങ്ങൾ ആ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്കവറിങ് എ ന്യൂ പാഷൻ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് ദുൽഖർ സൽമാൻ, മമ്മൂട്ടിയുടെ മകൻ, ഫിലിം ആക്ടർ. പുള്ളിയുടെ ചെറുപ്പകാലത്ത് മൂപ്പര് സ്കൂൾ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് കേരളത്തിലും മറ്റുമൊക്കെ ആയിരുന്നു. അതിനുശേഷം പുറത്തു പോവുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് മൂപ്പര് പഠിച്ചിരുന്നത് ബിസിനസ്സാണ്. പിന്നീട് മൂപ്പരുടെ പാഷൻ്റെ കൂടെ അല്ലെങ്കിൽ മൂപ്പരുടെ താല്പര്യത്തിൻ്റെ കൂടെ മൂപ്പര് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ മൂപ്പര് ഫിലിം ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായിട്ട് പോകേണ്ടിയിരുന്ന മൂപ്പര് ഒരു സിനിമാ നടനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 9 to 5 ഇരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന നിങ്ങളുടെ പാഷനായിട്ടുള്ള ആ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. കുറേ കാലം പ്രവർത്തിച്ച് ആ ഒരു കരിയർ മേഖല ഇവോൾവ് ചെയ്തു വരും, അത് പരിണമിച്ചു വരും. ഒരു പക്ഷേ അതൊരു നല്ലൊരു പരിണാമമാണെങ്കിൽ, ഇപ്പോൾ ദുൽഖർ സൽമാനെ പോലെ ഒരു നല്ലൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംഗതി കലക്കിയില്ലേ, പൊളിച്ചില്ലേ? ഇതാണ് പറയണത്. സോ 9 to 5 ഇരിക്കുന്ന ആൾക്കാർ അവിടെ നിരാശപ്പെട്ടിരിക്കാതെ ഒരു മേഖല വേറെ നിങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ ഇപ്പോൾ ചെയ്യുന്ന മേഖലയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പുതിയ മേഖല, ആ മേഖല ഒന്ന് പരീക്ഷിച്ച് നോക്കുക, സംഭവം നടക്കുമോ? രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലി അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള കഴിവ് മറ്റൊരു ഫീൽഡിലേക്ക് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു നടൻ തന്നെയാണ് പ്രിയമാന തോഴി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആർ മാധവൻ. ഒരുപാട് സിനിമയിലുണ്ട്. അപ്പോൾ മൂപ്പരുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ മൂപ്പര് തുടങ്ങിയത് ടെലിവിഷൻ മേഖലയിലാണ്. അതായത് ആങ്കറിങ് ആയിരുന്നു മൂപ്പരുടെ തുടക്കത്തിലുണ്ടായിരുന്നത്. ഏതൊരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടി അങ്ങനെയൊക്കെ ആയിട്ടാണ് മൂപ്പര് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ നടത്താനുള്ള ആ ഒരു കഴിവ് മൂപ്പർക്കുണ്ട്. സോ ക്യാമറ എന്ന് പറയുന്നത് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ളൊരു സാധനമല്ല, വളരെ ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയിലേക്ക് കടക്കുമ്പോൾ, അതുപോലെ ഏതെങ്കിലും ഒരു ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് കടക്കുമ്പോൾ മൂപ്പരുടെ ആദ്യമുള്ള ഈ ഒരു കഴിവുണ്ടല്ലോ, അതവിടെ വർക്ക് ചെയ്യും. അതുകൊണ്ട് സിനിമാ മേഖലയിൽ പോയപ്പോൾ മൂപ്പർക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ. അതുകൊണ്ട് മൂപ്പര് ഒരു വലിയ നടനായിട്ട് മാറി. പറഞ്ഞു വരുന്നത് നമ്മുടെ ഇപ്പോഴുള്ള ഫീൽഡിലുള്ള കഴിവുകൾ നിങ്ങളുടെ പുതിയ ഫീൽഡിലേക്ക് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റുന്ന ഫീൽഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങളുടെ പാഷനും കൂടിയാണെങ്കിൽ അടിപൊളി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഫീൽഡിലേക്ക് അത് കൊണ്ടുപോകുന്നത് ഒരു ടെൻഷനുള്ള പരിപാടിയേ അല്ല. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നയൻതാര കൊച്ചാർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ലേഡി 6-7 വർഷത്തോളം ഒരു HR കൺസൾട്ടൻ്റ് ആയിരുന്നു ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ. അതിനുശേഷം 36 എന്ത് ചെയ്തു? ആ ജോലി വിട്ട്. എന്നതിന് ശേഷം വേറൊരു ജോലിക്ക് കയറിയില്ല. എന്നതിന് ശേഷം അവർ ചെയ്ത പണി എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ വീട്ടിൽ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫർണിച്ചറുകൾ ഡിസൈൻ ചെയ്യുക, വീട്ടുപകരണങ്ങൾ ഡിസൈൻ ചെയ്യുക, അത് സെയിൽ ചെയ്യുക, അത് മാർക്കറ്റിംഗ് ചെയ്യുക, ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു. അതായത് പറഞ്ഞു വരുന്നത്, നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് പഠിച്ച് ആ മേഖലയിലേക്ക് ഇറങ്ങി നല്ലൊരു ലെവലിലേക്ക് എത്താവുന്നതാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇവർ. അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് ഔറാസ് ഡിസൈൻ എന്നുള്ളതാണ്. 2015 അയമ തുടങ്ങിയത്, ഈ പരിപാടി സ്ഥാപനം തുടങ്ങിയത്. അതിനു മുമ്പ് കോർപ്പറേറ്റ് ജോലി, അതായത് HR കൺസൾട്ടൻ്റായിട്ട് HR മാനേജറായിട്ട് ഇരുന്ന ആളാണ് 6-7 വർഷം. അപ്പോൾ ഈ 9 to 5 ജോബ് അവർക്ക് മടുത്തു. അതിന് പല കാരണങ്ങളുണ്ടാവും. സാലറി കുറവായിരിക്കും, അല്ലെങ്കിൽ മുതലാളിയുടെ ഹറാസ്മെൻ്റ് ആയിരിക്കും, ഓഫീസിലെ പൊളിറ്റിക്സ് ആയിരിക്കും, പാരവെപ്പ്, കൊള്ളിവെപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കൊണ്ട് 36 ആ ജോലി വിട്ട് ഇപ്പോൾ നല്ല ലെവലിലെത്തി. നമുക്കിതിൽ നിന്ന് എന്ത് പഠിക്കാം? നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പുതിയ സ്കില്ലോ പുതിയ കാര്യങ്ങളോ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പുതിയ മേഖലയിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നുകൂടിയല്ലേ നമ്മളെ ഇവർ പഠിപ്പിക്കണത്, അവരുടെ ജീവിത അനുഭവം വെച്ചിട്ട്. അവരിപ്പോൾ ബാംഗ്ലൂരാണ് അവരുടെ ഈ ഔറാസ് ഡിസൈൻ ഉള്ളത്. അതായത് നമ്മുടെ പാഷനെ പ്രോഫിറ്റാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. അതിന് സ്കില്ല് കുറവാണെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഫോട്ടോഗ്രാഫർ ആകണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ ആ സ്കില്ലില്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഒരു സ്പീക്കറായിട്ട് മാറണം, ഒരു ക്യാമറയുടെ മുമ്പിലോ 10 പേരുടെ മുമ്പിലോ ഇരുന്ന് സംസാരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക.
അതാണ് നിങ്ങളുടെ പാഷനെങ്കിൽ അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങുക, അതിന് പഠിക്കുക. ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ ഇടുന്ന ഏതൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഭയങ്കര വ്യൂ ആയിരിക്കും. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ അത് കാണാൻ വരുന്നത്. അതേപോലെ തന്നെ കുടുംബ കോടതിയിൽ ഡിവോഴ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരുടെ ഒരു നിരയുണ്ടല്ലോ, ക്യൂ, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബോധം കെടും. അത്രയും പേരാണ് വേർപിരിയാനായിട്ട് കാത്തു നിൽക്കുന്നത്. ഇവിടെ പ്രായം ഒരു വിഷയമേ അല്ല. ഏകദേശം ഒരു 18-20 വയസ്സൊക്കെ തൊട്ട് തുടങ്ങിയിട്ട്, അതായത് ഒരു 20 വയസ്സ് തൊട്ട് ഒരു 65-70 വയസ്സ് വരെയുള്ള മനുഷ്യരെ നമുക്കവിടെ കാണാൻ പറ്റും, ആണുങ്ങളും പെണ്ണുങ്ങളും. അപ്പോൾ ബന്ധം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, എങ്ങനെ അടി ഉണ്ടാക്കാതെ കൊണ്ടുപോകണം, എങ്ങനെ വഴക്കുകൾ തീർത്തുകൊണ്ട് കൊണ്ടുപോകണം, എങ്ങനെ പാർട്ട്ണറെ സ്നേഹിക്കണം, എങ്ങനെ പാർട്ട്ണറെ കൊണ്ട് തിരിച്ച് സ്നേഹിപ്പിക്കണം, അങ്ങനെ തൊട്ടിട്ട് ഒരു ബന്ധം നിലനിൽക്കാനായിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല, നമുക്കറിയത്തില്ല. ഇത് നിങ്ങളുടെ കുറ്റമാണോ പറഞ്ഞു തരാത്തതും നിങ്ങൾ അറിയാത്തതും പഠിക്കാത്തതും? അല്ല, അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. ഇനി ഭാവിയിൽ വരുമായിരിക്കാം. സോ അവിടെയാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ. ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അറിയേണ്ടുന്ന A to Z കാര്യങ്ങൾ നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ടാണ് വരുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കോഴ്സിൽ ചേരാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സീക്കിംഗ് സപ്പോർട്ട് ആൻഡ് നെറ്റ്വർക്കിംഗ്. സെറ സെയ്ക്ക എന്ന് പറയുന്ന ഒരു ലേഡി, ഇവരൊരു ട്രാൻസ് വുമൺ ആണെന്നുള്ളതാണ് പറയണത്. അതായത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളാണ്. 27 വയസ്സായപ്പോഴേക്കും ആ ഒരു ലേഡിക്ക് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ HR പ്രൊഫഷണലായിട്ട് ജോലി കിട്ടി. ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു ട്രാൻസ്ജെൻഡർക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. നമുക്ക് ചുമ്മാ അങ്ങോട്ട് കയറി പോകാനും പറ്റില്ലല്ലോ. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഇതുപോലെ ഒരു HR പോസ്റ്റിലേക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ട ആവശ്യമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ആവശ്യമാണ്, ഒരുപാട് നെറ്റ്വർക്കിംഗ് നമുക്ക് ആവശ്യമാണ്, ഒരുപാട് കണക്ഷൻസ് നമുക്ക് ആവശ്യമാണ്. സോ നമ്മൾ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളൊരു സ്ഥാപനം ഇട്ടിട്ട് ഒരു ബിസിനസ് നടത്തുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യുകയാണെങ്കിലും ശരി, അവിടെയും നിങ്ങൾക്ക് കണക്ഷൻസ് ആവശ്യമാണ്, കസ്റ്റമേഴ്സ് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഫ്രീലാൻസോ എടുത്തിട്ട് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അവിടെയും കണക്ഷൻസ് ആവശ്യമാണ്. ഒരു വലിയ പോസ്റ്റിലേക്കോ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ X എന്നാണ് പറയപ്പെടുന്നത്, അപ്പോൾ അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ, ജോലിയിലേക്ക് എത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് വേണം, നെറ്റ്വർക്കിംഗ് വേണം, കണക്ഷൻസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചായിരിക്കണം നിങ്ങൾ പിന്നെ ചിന്തിക്കേണ്ടത്. അല്ലാതെ വെറുക്കുന്ന ജോലിയിൽ തന്നെ അവിടെ തന്നെ അങ്ങനെ തമ്പടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം ഗതി പിടിക്കില്ല. ഗതി പിടിക്കണമെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇവൻറ്റ്സ് നടക്കും, ഒരുപാട് എക്സിബിഷൻസ് നടക്കും, പ്രോഗ്രാംസ് നടക്കും, വർക്ക്ഷോപ്പുകൾ നടക്കും, ക്ലാസ്സുകൾ നടക്കും. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ബിൽഡാവും. ബിസിനസ് ക്ലാസ്സുകളിൽ പോയാൽ കിട്ടും, അല്ലേ? ഒരുപാട് ഇതുപോലത്തെ വർക്ക്ഷോപ്പുകൾ, ക്ലാസ്സുകൾ ഇതെല്ലാം സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. പലയിടത്തും നടക്കും. ചിലതിന് ചെറിയ എമൗണ്ട് ഫീസ് വരും. എങ്കിലും നമുക്ക് ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് സിമിലർ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഇതൊക്കെ നമുക്ക് ഉപകാരത്തിൽ വരും. 5ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്മോൾ ആൻഡ് ബിൽഡിംഗ് അപ്പ്. ചെന്നൈയിലുള്ള ഒരു മനുഷ്യനാണ്. മൂപ്പരുടെ പേര് സർവേഷ് എന്നാണ്. മൂപ്പരൊരു 10-23 വയസ്സായപ്പോഴേക്കും പുറത്തു പോകുന്ന ജോലിനെക്കുറിച്ചിട്ടും ഡേ ജോബിനെ കുറിച്ചിട്ടുള്ള ചിന്തയൊക്കെ മൂപ്പര് നിർത്തി. അതായത് നമുക്കൊക്കെ ബോധം വരുന്നതിന് മുമ്പേ, സാധാരണക്കാർക്കൊക്കെ ബോധം വരുന്നതിന് മുമ്പേ മൂപ്പർക്ക് ആ ബോധം വന്ന്. എനിക്കൊക്കെ ഒരുപാട് ലേറ്റായിട്ടാണ് ആ ബോധം വന്നത്. മൂപ്പര് 23 വയസ്സായപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഈ പരിപാടി ശരിയാവില്ല, ഡേ ജോബ് നമുക്ക് സെറ്റാവില്ല എന്ന് മനസ്സിലായ മൂപ്പര് എന്ത് ചെയ്തു, ചെന്നൈയിൽ തന്നെ സർവ എന്ന് പറയുന്ന പേരിൽ ഒരു യോഗ സ്റ്റുഡിയോ മൂപ്പര് സ്റ്റാർട്ട് ചെയ്തു. അതായത് യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. മൂപ്പര് ആ സംഭവം പഠിച്ചെടുത്തു. യോഗ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ മൂപ്പര് പഠിച്ചെടുത്തതിന് ശേഷം സംഭവം തുടങ്ങി. ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ. ഇന്ന് മൂപ്പർക്ക് ഏകദേശം 80ഓളം സ്റ്റുഡിയോസ്, അതായത് യോഗ നടത്തിക്കുന്ന സ്റ്റുഡിയോസ്, യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡിയോസ് 80ഓളം ഉണ്ട് അക്രോസ് ഇന്ത്യ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ മൂപ്പര് ഇത് സ്കെയിൽ ചെയ്തു. വളരെ വലിയ രീതിയിലേക്ക് അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓഫീസ്, ഒരു ഭയങ്കരമായിട്ടുള്ള ബിസിനസ്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പണിങ്, ഒരു ഉദ്ഘാടനം എന്ന് വെച്ചിട്ട് ഒരു പരിപാടിയും തുടങ്ങേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് തുടങ്ങിയാൽ മതി. പതിയെ അത് വളർന്നോളും. നമ്മുടെയൊക്കെ ചിന്ത AC ഇട്ട റൂം, കറങ്ങുന്ന കസാര, ഓഫീസ്, ആ ബിസിനസ്, ആഹാ.
ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ മനുഷ്യന് ഇന്നിപ്പോൾ എത്ര പേരുണ്ട്, എത്ര അവിടെ അറ്റൻഡ് ചെയ്യാൻ വരുന്ന എത്ര ആൾക്കാരുണ്ടാവും. 80 സ്റ്റുഡിയോയിലും ജോലി ചെയ്യാൻ എത്ര ആൾക്കാരുണ്ടാവും. ഒരു 10-200 പേർക്കെങ്കിലും മൂപ്പര് ജോലി കൊടുക്കുന്നുണ്ടാവില്ലേ. മൂപ്പരുടെ ഈ 80 സ്റ്റുഡിയോയിലും കൂടി അപ്രോക്സിമേറ്റ്ലി എൻ്റെ ചുമ്മാ കാൽക്കുലേഷനാണ്, ഒരു മാസം എങ്ങനെയെങ്കിലും 5000 പേരെങ്കിലും വരുന്നുണ്ടാവില്ലേ. ഈ 5000 പേരിൽ നിന്നും നല്ലൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മൂപ്പരുടെ ബിസിനസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്. അപ്പോൾ സർവ എന്ന് പറയുന്ന ആ ഒരു യോഗ സ്റ്റുഡിയോ മൂപ്പരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ചെറുതായിട്ട് തുടങ്ങുക, പിന്നെ വലുതാക്കുക, പിന്നെ അത് സ്കെയിലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അതിനെന്ത് വേണം? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം, എന്തെങ്കിലും ഒന്ന് നട്ടാലല്ലേ അത് വളരുള്ളൂ. 6ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അലൈൻ കരിയർ വിത്ത് പേഴ്സണൽ വാല്യൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ലാറി ബെക്കർ, അതായത് ബ്രിക്ക് മാസ്റ്റർ ഓഫ് കേരള എന്നുള്ളതാണ് മൂപ്പര് അറിയപ്പെടുന്നത്. ആ ഒരു ലേബലിലാണ്. ആളൊരു സായിപ്പാണ്, കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സായിപ്പിൻ്റെ ലുക്ക് സായിപ്പ് തന്നെയാണ്, പുറത്തുനിന്ന് വന്ന് ഇവിടെ സെറ്റായ ആളാണ് മൂപ്പര് ഒരു ആർക്കിടെക്ടറാണ്, ഒരു എൻജിനീയറാണ്, ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഈ മേഖലയിലുള്ള ഒരാളാണ്. പണ്ടൊക്കെ മണ്ണ് കുഴച്ച് വീടുണ്ടാക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് കല്ലിലേക്ക് മാറുന്നത്. അതായത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണെങ്കിൽ മണ്ണ് കുഴച്ച് ഉണ്ടയാക്കിയിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടാണ് വീടുണ്ടാക്കിയിരുന്നത്. പിന്നെയാണ് ബ്രിക്കിലേക്ക് മാറുന്നത് നമ്മുടെ വീടുകളൊക്കെ, മണ്ണും ചാണകവും പണ്ടത്തത്. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, അത് നിങ്ങളുടെ പുതിയ ഒരു മേഖല തുടങ്ങുമ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ താല്പര്യമുള്ളത് അത് നിങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ പുതിയൊരു മേഖല തുടങ്ങുമ്പോൾ അവിടെ അതിനുള്ള സ്ഥലമുണ്ടോ, അതിനുള്ള ഇടമുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതവിടെ കൊണ്ടുപോയിട്ട് ഇറക്കാം എന്നുള്ളതാണ് പറയണത്. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, അമേരിക്കയിലും മറ്റൊക്കെ വീടുണ്ടാക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ വീടുണ്ടാക്കുന്ന രീതിയിലേ അല്ല. അതായത് ബ്രിക്കൊക്കെ വെച്ചിട്ടുള്ള കെട്ടുണ്ടാക്കുന്ന ഒരു രീതിയേ അല്ല അവിടെ വേറെ എന്തൊക്കെയൊക്കെയോ വെച്ചിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് വുഡൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയാണ്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംബ്രേസിങ് അൺനോൺ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതായത് MGR എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, MG രാമചന്ദ്രൻ. അതായത് തമിഴ്നാട്ടിൽ 1-2 തവണ മൂപ്പര് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്, അതായത് 8-9 വർഷക്കാലം ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹിസ്റ്ററി പറയണത്. അപ്പോൾ മൂപ്പരുടെ ഒരു ജീവിത രീതി, ജീവിത ചരിത്രം നോക്കുകയാണെങ്കിൽ മൂപ്പര് വന്നത് സിനിമാ മേഖലയിൽ നിന്നാണ്, അല്ലേ? സിനിമാ മേഖലയിൽ നിന്ന് വന്ന് അറിയാൻ പാടില്ലാത്ത ഒരു പുതിയ ഫീൽഡിലേക്ക്, അതായത് രാഷ്ട്രീയത്തിലേക്ക് മൂപ്പര് ഇറങ്ങുകയാണ് ചെയ്തത്. എന്നതിന് ശേഷം മൂപ്പര് അവിടെയും തോറ്റില്ല, അവിടെയും വിജയിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല, അയ്യോ നമ്മൾ എന്ത് ചെയ്യും, അതെനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മേഖലയാണല്ലോ, ഞാൻ അതെങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ 9 to 5 തന്നെ അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അതായത് ആ കാലവും ആ ഒരു അടിമപ്പണി തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നിങ്ങൾ മീൻസ് മാറാൻ താല്പര്യമില്ലാത്തവർ, പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും അതിലേക്ക് ഇറങ്ങാനും മടിയുള്ളവർ, ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ കാലങ്ങളോടെ ഇരിക്കേണ്ടി വരും. ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ 9 to 5 വിടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞ പോയിൻ്റൊക്കെ ഒന്നുകൂടി കേട്ട് നോക്കുക. പലതും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ വിജയവും ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ എക്സാമ്പിളുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഈവൻ ദുൽഖർ സൽമാൻ തൊട്ട് ഇപ്പോൾ ലാസ്റ്റത്തെ MGR വരെ റിയൽ ലൈഫ് എക്സാമ്പിൾസ്. നിങ്ങൾക്കും എന്നെ പോലെ തന്നെ 9 to 5 ജോബ് വിടാൻ കഴിയട്ടെ.